സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനയിലെ പള്ളിയിൽ അവിടുന്ന് ചാരി നിന്നുകൊണ്ട് ഖുത്ബ നിർവഹിക്കുന്ന ഒരു ഈന്തപ്പനത്തടി ഉണ്ടായിരുന്നു. നമ്മുടെ മിമ്പർ പോലെ ചാരി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഖുത്ബ നിർവഹിക്കുന്നു. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന് പുതിയ ഒരു മിമ്പർ ലഭിച്ചു. ആ ഈന്തപ്പനത്തടിയ മദീനത്തെ പള്ളിയുടെ ഒരു മൂലയിലേക്ക് മാറ്റിവെച്ചു. ഹബീബായ നബി തങ്ങൾ മിമ്പറിലേക്ക് കയറി ഖുത്ബ ഓതാൻ തുടങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുത്ബ ഇങ്ങനെ തുടരുന്നതിന്റെ ഇടയിൽ ആരോ തേങ്ങിക്കരയുന്നത് പോലെ ഒരു ശബ്ദം. സ്വഹാബത്തൊക്കെയും നോക്കി, ആരാണ് ഈ സദസ്സിൽ കരയുന്നയാൾ? അവരാരുമല്ല, അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലായി അവിടുത്തെ ഒരല്പനേരം നഷ്ടപ്പെട്ടപ്പോഴേക്ക്, സാമീപ്യം നഷ്ടപ്പെട്ടു പോയപ്പോഴേക്ക് കരയുന്നത് ഈന്തപ്പനയുടെ തടിയാണ്. മാറ്റിവെച്ച ഈന്തപ്പന തടിയിൽ നിന്നാണ് ആ കരച്ചിൽ വരുന്നത്. അള്ളാഹുവിന്റെ റസൂലിന് അത് മനസ്സിലായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് മിമ്പറിൽ നിന്ന് താഴേക്കിറങ്ങി നടന്ന് അതിന്റെ അടുത്തേക്ക് ചെന്നു. ഷറഫാക്കപ്പെട്ട കരം അതിന്റെ മേലെ വെച്ചു. അള്ളാഹുവിന്റെ റസൂൽ 2 വാഗ്ദാനങ്ങൾ നൽകി. ഒന്നുകിൽ നിനക്ക് തിരിച്ചുപോയി പഴയതുപോലെ പൂത്തുകുലച്ച് നിന്റെ കൂട്ടങ്ങളുടെ കൂടെ തല ഉയർത്തി നിൽക്കാം, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിനക്ക് പൂത്തു കായ്ച്ചു നിൽക്കാം. എന്തു വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സഹവസിച്ച ഒരു മരത്തടി പോലും അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതെങ്കിൽ നമ്മളൊക്കെ ആലോചിച്ചു നോക്കുക. ഒരു മരത്തടി പോലും അള്ളാഹുവിന്റെ ഹബീബിനെ അങ്ങനെ സ്നേഹിച്ചെങ്കിൽ അവിടുത്തെ ഉമ്മത്തായ നമ്മൾ എത്രയാണ് സ്നേഹിക്കേണ്ടത്? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.